ഹായ് വെൽക്കം സിബിൻ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ചെറിയ കുട്ടിൻ്റെ ടോപ്പ്, അതായത് ഒരു ഭാഗം ഷോൾഡർ വരും, കൈ വരും, ഒരു ഭാഗം സ്ട്രാപ്പായിട്ട് വരുന്ന ഒരു സംഭവം. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇവിടെ ഷോൾഡർ വന്നിട്ട് ഇവിടെ ഒരു സ്ലീവ് വരും, ഇവിടെ ഒരു സ്ട്രാപ്പായിരിക്കും വരിക. അതിൻ്റെ ഒരു ബോഡി ഫിറ്റിങ് ഫ്രണ്ട് ഭാഗം എങ്ങനെ അടിച്ചെടുക്കുന്നതെന്ന് കാണിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് ഇതുപോലത്തെ ഒരു പീസ് കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ രണ്ട് പീസ് കൂടെ നമ്മൾ ഇത് അടിച്ച് മുറിക്കണം ആദ്യം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മെയിൻ ഭാഗം നമ്മളൊന്ന് അടിച്ച് മുറിക്കാൻ പോകണം. ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് അടിച്ച് മുറിച്ചെടുക്കുക. ഷോൾഡറിൻ്റെ ഒരു ഷോൾഡർ വരും, ഒരു ഭാഗം സ്ട്രാപ്പിന് ഇവിടെ ഇങ്ങനെ റൗണ്ടായിട്ട് വരും. അപ്പോൾ അതെങ്ങനെ അടിക്കേണ്ടതെന്ന് കാണിച്ചില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിക്കുക. അടിക്കുന്നത് എങ്ങനെ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ കഴുത്ത് ഭാഗമാണ് അടിച്ചെടുക്കുന്നത്. ഫ്രണ്ട് പീസ് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റാക്കിയിട്ട് വേറൊരു പീസ് കൂടെ വെട്ടിയിട്ടുണ്ട്. അത് കുറച്ച് തുമ്പ് കൂടുതലുണ്ടാവുക, നമ്മൾ പിന്നീട് വെട്ടി കൊടുത്താൽ മതി. ആദ്യം നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് അടിച്ച് മുറിച്ചെടുക്കണം. ഇതിനെ അതിനോടൊപ്പം വെച്ച് കൊടുക്കുക. ഇതിലേക്ക് അടിച്ച് മറിക്കാൻ ചെറിയൊരു വെട്ടുകൾ വെട്ടിയെടുക്കുക. ഇതിൽ നമ്മൾ മെയിൻ ഭാഗത്തുനിന്ന് ആണെങ്കിൽ നമുക്ക് മെയിൻ പീസിന് ഉള്ളിലൊരു മാർക്ക് ചെയ്ത് വലിച്ചു കൊടുക്കുക. ഇനി ഇതിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ മറിച്ച് കൊടുക്കുക. കഴുത്തിൻ്റെ ഭാഗമാണ് ഷോൾഡർ. ഒരു ഭാഗം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കഴുത്ത് വന്നിട്ട് മറ്റു ഭാഗം കഴുത്തായിട്ട് റിക്കാർഡിലേക്ക് പോകുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ മെയിൻ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ അടിച്ച് കാണിക്കുന്നത്, ഷോൾഡറിൻ്റെ ഭാഗം. ഇത് റിക്കാർഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ രണ്ട് പീസ് കൂടെ വെച്ചടിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് നമ്മളൊരു സ്ട്രാപ്പ് ഉണ്ടാക്കണം. ഒരു ചെറിയ രീതിയിൽ ഒരു 1.5 ഇഞ്ചൊക്കെ മതി ഇതിൻ്റെ വീതി. ഇതിനെ നമ്മളൊരു ഇഞ്ച് പീൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസിനത് ചെറുതായിട്ട് നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ അതിനെ മടക്കിയടിച്ചെടുക്കുക. ഒരു വള്ളി പോലെ, ഒരു ലൂത്തി പോലെ ഈ സംഭവം അടിച്ചുണ്ടാക്കുക. മതി. രണ്ട് എൻഡും മറ്റേ എൻഡും വെച്ചെടുക്കുക. ഒരു 5 ഇഞ്ച് കിട്ടിയാൽ മതി. സ്റ്റാപ്പ് 6 ഇഞ്ച് കിട്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാപ്പ് ഉണ്ടാക്കി. ഈ സ്റ്റാപ്പിന് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടാണ് ഇത് വെക്കേണ്ട രീതി. ഇത് ആദ്യം നമ്മൾ ഇത് അടിച്ച് മറിക്കുമ്പോൾ ഇവിടെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ അടിച്ച് മറിക്കുമ്പോൾ അങ്ങനെ വരും. നമ്മൾ തൽക്കാലം ഉള്ളിൽ വെച്ച് കാണിച്ചു തരാം. ഒരു ഭാഗം ഈ ഭാഗത്ത് കൊടുക്കണം. ഇങ്ങനെ അടിച്ച് മറിക്കുമ്പോൾ തന്നെ ഉള്ളിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഉള്ളിൽ വെച്ച് കൊടുക്കുമ്പോൾ തുമ്പ് പുറത്തോട്ട് കാണില്ല. ഇനി ഇതിനെ നേരെ തിരിച്ചിട്ടിട്ട് നമ്മൾ പറഞ്ഞ 6 ഇഞ്ച് നമുക്ക് ഡൂപ്പ് ചെയ്യാൻ കിട്ടുന്നത്. അതിൻ്റെ അളവൊക്കെ നോക്കാനായിട്ട് നോക്കിയിട്ട് മറ്റേ ഭാഗത്തും ഇതുപോലെ അപ്പോൾ ഒരു ഭാഗം സ്റ്റാപ്പ് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് കൈണ്ടാക്കിയിട്ട് കൈ ചെയ്യാം. ഇതിനെ ബോഡികളെ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്തിരിക്കുക. ബോഡികൾ ഒരുമിച്ച്
തേച്ച് കൊടുത്ത് ഇനി നമ്മൾ അടിഭാഗം ബി കട്ടാണ് അടിഭാഗം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം തുമ്പൊക്കെ ഒന്ന് വെട്ടി വെക്കും, റെഡിയാക്കിയിട്ട് ഇതിന് ഉള്ളിലോട്ട് ഉൾഭാഗത്തോട്ട് ചെറുതായിട്ട് ആദ്യം ഒന്ന് ചെറിയ രീതിയിൽ മടക്കിയടിക്കുക. ഇനി രണ്ടാമത്തെ അടിയും ചെറിയ രീതിയിൽ രണ്ടാമത്തെ അടിയും അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ വളരെ രീതിയിലൂടെ പിരിഞ്ഞെടുക്കുന്നത് നേരെ തിരിച്ചു കൊടുക്കുക. നേരത്തത് ഒന്ന് വലിച്ചു കൊടുക്കുക. ആ രീതിയിൽ ചെറുതായിട്ട് അപ്പം നമ്മളെ കൂടി താഴ്ഭാഗം ബി വന്നിട്ട് മേലെ ഒരു ഭാഗം ഇരുന്ന് ഒരു ഭാഗം സ്ട്രൈറ്റ്. അതിൻ്റെ ഫ്രണ്ട് പീസാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത്. ഇനി ഇതുപോലെ ഒരു കൈ എന്തെങ്കിലുമൊക്കെ ഒരു കൈ എടുത്തിട്ട് ഇതാ ഇതിൻ്റെ ബാക്ക് ഭാഗം കൂടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചെയ്യേണ്ടത് ബാക്ക് ഭാഗത്താണ്. ബാക്ക് ഭാഗം ഇല്ലാത്തത് ഫ്രണ്ട് ഭാഗം കളിച്ചതാണ്. ഇങ്ങനെ വേണം ഇട്ട് കഴിയുമ്പോൾ ഇവിടെ താഴെ വീഴുന്നു. ഇവിടെ ഒരു ഭാഗം സ്റ്റാപ്പ്, ഒരു ഭാഗം സ്ലീവ്. ഇവിടെ കൈ പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പാർട്ട് റെഡിയായി. അപ്പോൾ ഫ്രണ്ട് പാർട്ട് അടിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു ഭാഗം ഷോൾഡർ, ഒരു ഭാഗം സ്റ്റാപ്പ്. ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിച്ചിരുന്നത്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.